മക്കളായാലും അങ്ങനെയല്ലേ, ലേശൊരു സ്നേഹമാണ് ഉമ്മാറോടെയല്ലോ. ഇത് ഉമ്മ പണിയെടുക്കുന്ന ഉമ്മ എല്ലാം അങ്ങ് പണിയെടുത്തുവിട്ടെ, ഞാൻ കിടന്നെടുത്തിടുന്ന് നീക്കൂല. ഒരു നോമ്പിന്റെ പേരും പറഞ്ഞിട്ട് ഒരു മാസം ഫുള്ള് കിടക്കാലോ. ബാക്കിയുള്ള എടുക്കുന്ന നോമ്പിന് ക്ഷീണം വരത്തൊന്നുമില്ല. എന്തെങ്കിലും ഒന്ന് എടുക്കുമോ നീക്കുമ്പോഴത്തേക്ക് അപ്പഴത്തേക്ക് അല്ലോ എനിക്ക് വരത്താന്ന്, എനിക്ക് ക്ഷീണാന്ന്. ബാക്കിയിലേക്കൊന്നും ഒരു കുഴപ്പമില്ലാത്ത പോലെ ഞാൻ മലക്കാന്നല്ല, എനിക്കൊന്നും ക്ഷീണം വരത്തൊന്നും ഉണ്ടാവില്ലല്ലോ. എല്ലാവരും വരത്ത എങ്ങനെ ഇല്ലാണ്ടിക്കുക. പൊലിച്ചക്ക് എന്തെങ്കിലും കുത്തിനെ ചോറോ വെള്ളമോ തണ്ണിയോ എന്തെങ്കിലും കുടിക്കുന്നു പറഞ്ഞാലോ. പൊലിച്ചക്ക് എനിക്ക് ഇതൊന്നും പറ്റൂലേ. അപ്പഴത്തെ കോള് കേട്ടൂല മോളായിരിക്കും. അതെങ്ങനെയാ പൊലിച്ചക്ക് എങ്ങനെ അവള് തിന്നാൻ കുടിക്കുകയും ചെയ്യാം. അവരെ രാവിലെ പണിയെടുത്തേണ്ടി വരൂലേ, ഉമ്മാരെ സഹായിക്കേണ്ടി വരൂലേ. ഇത് തിന്നാൻ കുടിക്കുകയും ചെയ്തിട്ടില്ല അപ്പേരും പറഞ്ഞിട്ട് കിടന്നു കുത്തിരിക്കാലോ. കിടന്നിട്ട് 24 മണിക്കൂർ ഫോണിൽ കുത്തി കളിക്കുന്നതിന് ഒരു ഭരത്തുമില്ല. ഒന്ന് അടുക്കളയിലോ അല്ലെങ്കിൽ ഉടക്കൊന്ന് അടുക്കോ തുറക്കോ ചെയ്യുന്ന പറയുമ്പോഴത്തേക്ക് ഈ ദുനിയാവിലില്ലാത്ത ഭരത്തായിരിക്കും ചെറിയോക്ക്. എപ്പം നോക്കിയാലും ഞാൻ ഇങ്ങനെ വന്നോളൂ. ഇത് മെച്ച തിരിഞ്ഞോ പെരണ്ടേലും എന്ത് വേണ്ടിയിരുന്നു. ഇത്തത്തെ ഞാൻ വീട്ടിൽ പണിക്കെത്തിയാ എനിക്ക് ക്ഷീണവും വരത്തൊന്നുമില്ലേ. എന്ത് നോമ്പായാലും പെരുന്നാളായാലും നോമ്പല്ലെങ്കിലും പെരുന്നാളല്ലെങ്കിലും എനിക്ക് പണി തന്നെ, പണിയില്ലാത്തൊരു നേരമില്ല. ഇനി നോമ്പ് തുറന്നാലോ ഒരൊറ്റ വീഴല യാളെന്ന് പറഞ്ഞിട്ട് ഒന്ന് തെറാവിയും കൂടി നിൽക്കരിക്കൂല. പണിയല്ലേ തെറാവിക്കരിക്കുക, അങ്ങനെയാ ഫർവിങ് വെക്കരിക്കുന്നുണ്ടാ പിന്നല്ലേ സുന്നത്ത്. ആരോട് പറയാനാ പഠിച്ചോനെ. നേരം 12 മണിയായി, ഇതുവരെ മൂപ്പർ കിടക്കാൻ എണീച്ചിട്ടില്ല. എണീക്കണ്ട, വിളിക്കുന്നില്ല. വിളിച്ചാൽ വിളിക്കുക അച്ഛാ ഉമ്മ ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത എന്തെങ്കിലും കൊണ്ടാ. നല്ല മക്കൾക്കല്ല അതെല്ലാം ഉണ്ടാവുക. പിന്നെ അതൊന്നുമില്ല. മറ്റൊരു വിധി പഠിച്ചോനോ ദുനിയാവില്ല.